വെൽക്കം ബാക്ക് ടു JK കെമിസ്ട്രി. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമോഡൈനാമിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് മാക്സ്വെൽസ് തെർമോഡൈനാമിക് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബൈഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് സംഭവം ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് നമുക്ക് ചില ട്രിക്കുകൾ, പൊടിക്കൈകൾ ഉപയോഗിച്ചിട്ട് അതെങ്ങനെ വളരെ സിമ്പിളായിട്ട് അറ്റ് ദ മൊമെൻറ്റിൽ ഡിറൈവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മാജിക് ബോക്സ് ആണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഓർത്തിരിക്കുന്ന ചെറിയ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വളരെ ചെറിയ രീതിയിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എക്സാമിനും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മാജിക് ബോക്സിലോട്ട് പോകാം. നോക്കണേ, എസ് T V T. Okay, that is സത്യപ്രകാശ് വെരി ടാലന്റഡ്. നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പഠിക്കുകയാണ്. ഓക്കെ, സത്യപ്രകാശ് വെരി ടാലന്റഡ്. ഹിസ് ഗ്രേഡ് ഓൾവേസ് അപ്പർ. ഓക്കെ, ഹിസ് ഗ്രേഡ് ഓൾവേസ് അപ്പർ. ഓക്കെ, അപ്പൊ എന്താ സംഭവം? ഇത് നമ്മൾ ഷോർട്ട് കട്ടിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞാണ് സത്യപ്രകാശ് വെരി ടാലന്റഡ്, ഹിസ് ഗ്രേഡ് ഓൾവേസ് അപ്പർ. ഓക്കെ, അത് നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ്. ബേസിക്കലി ഇതെന്തുവാ? എസ് എന്ന് പറയുന്നത് തെർമോഡൈനാമിക് ഫങ്ഷൻസ് ആയ എൻട്രോപ്പി, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. These are the another thermodynamic functions: enthalpy, Gibbs free energy, Helmholtz free energy, and it is internal energy. അല്ലേ, നിങ്ങൾക്കറിയാം. അപ്പോൾ ബേസിക്കലി എന്ത് തെർമോഡൈനാമിക്സിൽ ഏത് പ്രോബ്ലം അല്ലെ ഏത് ഏരിയ പുതിയൊരു കാര്യം ഡിറൈവ് ചെയ്യാൻ നമുക്ക് ചില തെർമോഡൈനാമിക് റിലേഷൻ വേണം, തെർമോഡൈനാമിക് ഫങ്ഷൻ വേണം. അങ്ങനെ പറയുന്ന കുറച്ച് റിലേഷൻ ആണ്, തെർമോഡൈനാമിക് റിലേഷൻ ആണ് du dh da dg എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇൻസ്റ്റന്റേനിയസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ചേഞ്ച് ഇൻ എൻതാൽപ്പി, ചേഞ്ച് ഇൻ ഫ്രീ എനർജി, ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജി, ചേഞ്ച് ഇൻ ഗിബ്സ് ഫ്രീ എനർജി. ഇത് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ് അല്ലേ? ഇക്വേഷൻ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അത് നമുക്ക് ഇവിടെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ആ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യാം. നോക്കണേ, അപ്പൊ അതിന് ചെറിയ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം du ആണ് അല്ലെ? du is equal to dh is equal to da is equal to dg is equal to. അതിന് ചെയ്യേണ്ട കാര്യം, ആദ്യം നമ്മൾ ഈ du എടുക്കുന്നു, റൈറ്റ്? du എന്നിട്ട് ആ ഫംഗ്ഷന്റെ നിയർ ബൈ ഉള്ള അനദർ തെർമോഡൈനാമിക് ഫംഗ്ഷനുകളെ നമ്മൾ ഡെറിവേറ്റീവ് ആയി ട്രീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ds, ഇറ്റ് ഈസ് dv. എന്താണ്, നമ്മളൊരു തെർമോഡൈനാമിക് ഫംഗ്ഷനെ സെലക്ട് ചെയ്താൽ അതിന് നിയർ ബൈ ആയിട്ട് വരുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷനുകളെ ഡെറിവേറ്റീവ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് ആരോസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, ഇതിൽ രണ്ട് ആരോസ് കൂടി ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് കോൺസ്റ്റന്റ് ഉണ്ടാവും. നമുക്കറിയാം കോൺസ്റ്റന്റ് ഉണ്ടാവും. എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റന്റ് ടി ആണ്. ദാറ്റ് ഈസ് എസിന്റെ ഡയഗണലി പ്രസന്റ് ആയിട്ടുള്ളത് ടി ആണ്. ആ ടിയിലോട്ട് ആരോ വരികയാണ്, ആരോന്റെ സൈൻ ടിയിലോട്ടാണ്. ദാറ്റ് മീൻസ് അത് പോസിറ്റീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഫിക്സ് ചെയ്തു, അത് കഴിഞ്ഞ് നമുക്ക് അറിയാം ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വരും. ആ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ സൈൻ ഡിറ്റർമിൻ ചെയ്യുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷനിലോട്ട് ആരോ അങ്ങോട്ട് വരുവാണെങ്കിൽ പോസിറ്റീവും, കോൺസ്റ്റന്റ് ഫംഗ്ഷനിൽ നിന്ന് എവേ ആണ് ആരെങ്കിൽ നെഗറ്റീവ് ആണ്. ശ്രദ്ധിക്കുക, എസ് ഡി എസ് ആയി, അതിന്റെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ടി ആണ് അല്ലെ? ടിയിലോട്ട് ആരോ വരികയാണ്, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ടി ഡി എസ്, ദാറ്റ് ഈസ് മീൻസ് ടി ഡി എസ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡി വി ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആണ്. അതിന്റെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡയഗണലി പ്രസന്റ് ആയിട്ടുള്ള പി ആണ്. പക്ഷെ പിയിൽ നിന്ന് ആരോ എവേ ആണ്, അതുകൊണ്ട് മൈനസ് പി ഡി വി. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് du is equal to TdS minus PdV. That is the first relation. Okay, അല്ലേ? എന്താ ഇതിന്റെ മീനിങ്? ജസ്റ്റ് ഒന്ന് മീനിങ് പറയാം.
അതായത് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ അല്ലെ, ഇന്റേണൽ എനർജി എന്ന് പറയുന്ന തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ്, അത് എന്തിന്റെ ഒക്കെ ഫംഗ്ഷൻ ആണ്, എൻട്രോപ്പിന്റെയും വോള്യത്തിന്റെയും ഫംഗ്ഷൻ ആണ് അതിന്റെ മീനിങ്, റൈറ്റ്? ദാറ്റ് മീൻസ് എൻട്രോപ്പിക്കും വോള്യത്തിനും ചേഞ്ച് വരുന്ന സമയത്ത് അത് ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയെ ബാധിക്കും. ഓക്കെ, ഇനി എൻട്രോപ്പി എന്താണെന്ന് അറിയാം. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഡിസോർഡർ അല്ലേ, അതായത് ഡിസോർഡർ എത്രത്തോളം ആകുമ്പോൾ എൻട്രോപ്പി കൂടും അല്ലേ. നമുക്കറിയാം, നിങ്ങളൊരു ക്ലാസ്സിൽ ഇങ്ങനെ വളരെ അടിഞ്ഞു ഒതുങ്ങിയിരിക്കുകയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് പോകാനുള്ള ബെല്ലടിച്ചു, എന്ത് സംഭവിക്കും? ആകെ ബഹളമില്ലേ, എണീറ്റ് ഓടലൂടി, അതായത് എൻട്രോപ്പി കൂടി അല്ലേ. അതായത് അതെന്താണ്? മെഷർ ഓഫ് ഡിസോർഡർ ആണ്. പ്രഷർ നിങ്ങൾക്ക് അറിയാം, വോള്യം അറിയാം, ടെമ്പറേച്ചർ അറിയാം. ഓക്കെ, റെഡി. ഇനി അതുപോലെ വളരെ ഇനി സിമ്പിൾ ആണ്, ഇനി തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല. ഡി എച്ച് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. ദാറ്റ് ഈസ് ഡി എച്ച് ഈസ് ഈക്വൽ ടു അതിന്റെ നിയർ ബൈ ഉള്ള ഫംഗ്ഷൻ, ഡെറിവേറ്റീവ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഡി എസ് ഡി പി, റൈറ്റ്? ഇനി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അതിന്റെ ഡയഗണലി അല്ലെ, എസിലോട്ട്, എസിന്റെ ഡയഗണലി പ്രസന്റ് ടി ആണ്, സോ ടിയിലോട്ട് ആരോ വരികയാണ്, സോ പോസിറ്റീവ് ടി ഡി എസ്. ഓക്കെ, ടി ഡി എസ്. ഇനി അടുത്തത് പി, പിന്റെ ഡയഗണലി ആയിട്ട് പ്രസന്റ് ഉള്ള വി ആണ്, സോ വിയിലോട്ട് ആരോ വരികയാണ്, സോ അതും പോസിറ്റീവ്, സോ പ്ലസ് വി ഡി പി, ടി ഡി എസ് പ്ലസ് വി ഡി പി, റൈറ്റ്? റൈറ്റ്. ഇനി അടുത്തത് ഡി എ. ഡി എ, ഡി എന്റെ നിയർ ബൈ ഉള്ള ഫംഗ്ഷൻ വിയും ടിയും ആണ്, വിയും ടിയും ആണ്, സോ ഐ ആം ടേക്കിംഗ് ഡി ടി, ഡി ടി, അതുപോലെ തന്നെ ഡി വി. ഓക്കെ, എന്റെ അടുത്തുള്ളത് ടിയും വിയും ആണ്, ഞാൻ അതിനെ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ഇനി നമുക്കറിയാം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലെ, ടിക്ക് ഡയഗണലി എസ് ആണ്, എൻട്രോപ്പി ആണ്, ബട്ട് അതിൽ നിന്ന് ആരോ എവേ ആണ്, അതുകൊണ്ട് അത് നെഗറ്റീവ്, ദാറ്റ് ഈസ് മൈനസ് എസ് ഡി ടി. അടുത്തത് വിക്ക് ഡയഗണലി പ്രഷർ ആണ്, പ്രഷറിൽ നിന്ന് എവേ ആണ് ആരോ, സോ മൈനസ് പി ഡി വി, മൈനസ് പി ഡി വി. വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്തത് ഡി ജി, നിയർ ബൈ ഉള്ള വേരിയബിൾ പിയും ടിയും ആണ്, സോ ഡി ടി ഡി പി. ഓക്കെ, ഡി ടി ഡി പി, റൈറ്റ്? ഇനി കോൺസ്റ്റന്റ് പിക്കും ടിക്കും ഡയഗണലി പ്രസന്റ് ഉള്ള ഫംഗ്ഷൻ നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കും. ടിക്ക് ഡയഗണലി എസ് ആണ്, എസിൽ നിന്ന് ആരോ എവേ ആണ്, സോ മൈനസ് എസ് ഡി ടി, മൈനസ് എസ് ഡി ടി, റൈറ്റ്? ഇനി അടുത്തത് പി ആണ്, പിക്ക് ഡയഗണലി വി ആണ്, സോ വിയിലോട്ട് ആരോ വരികയാണ്, സോ ഇറ്റ് ഈസ് പ്ലസ് വി ഡി പി, പ്ലസ് വി ഡി പി. വളരെ സിമ്പിൾ അല്ലേ? ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തില്ലേ? അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങളുടെ മാജിക് ബോക്സ് മറന്നു പോകരുത്, അതിന്റെ ട്രെൻഡ് മറന്നു പോകരുത്. സത്യപ്രകാശ് വെരി, അപ്പൊ ഇങ്ങനെ സെഡ് മാനല വരിക, സത്യപ്രകാശ് വെരി ടാലന്റഡ്. ഓക്കെ, ഹിസ് ഗ്രേഡ് ഓൾവേസ് അപ്പർ. ഓക്കെ, ഇങ്ങനെയാണ് ആ ബോക്സ് വരുന്നത്. ഓക്കെ, റെഡി. ഇനി ഇതൊന്നും അല്ലാതെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. ആ ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ ഓർഡർ അറിഞ്ഞാൽ മതി, ഡി യു ഡി എച്ച് ഡി എ ഡി ജി, ദാറ്റ് ഈസ് ഉഹാജ് എന്ന് ഓർത്ത് വെച്ചാൽ മതി, ഉഹാജ്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ട്രെൻഡ് നോക്കിയേ, ടി ഡി എസ് മൈനസ് പി ഡി വി എന്നാണ്. ടി ഡി എസ് മൈനസ് പി ഡി വി, അടുത്തതും ടി ഡി എസ് ആണ്, ബട്ട് സൈന് മാറി വി ഡി പി ആയി. അതായത് ടി ഡി എസ് മൈനസ് പി ഡി വി, അതായത് വോള്യത്തിന് ഡെറിവേറ്റീവ് വരുന്നതിന് മൈനസ് സൈന്, ടി ഡി എസ് റിപ്പീറ്റഡ് ആണ്, ഇവിടെ പ്ലസ് ആയി, അതായത് ഇവിടെ ചേഞ്ച് ചെയ്തു, വി എന്തായി കോൺസ്റ്റന്റ് ആയി, പി എന്തായി ഡെറിവേറ്റീവ് ആയി അല്ലെ. ഇവിടെ പി ഡി വി എന്നുള്ളത് ഇവിടെ എന്തായി വി ഡി പി എന്നായി, അപ്പൊ അത് പോസിറ്റീവ്. റെഡി. ഇനി അടുത്ത് ശ്രദ്ധിക്കണേ, ടി ഡി എസ് എന്തായി എസ് ഡി ടി ആയി, അപ്പൊ സൈന് മാറി, മൈനസ് സൈന്. റെഡി. ഇനി മൈനസ് പി ഡി, ഇത് റിപ്പീറ്റ് ചെയ്തു, മൈനസ് പി ഡി വി. റെഡി. ഇതിവിടെ ഇത് സെയിം തന്നെ, മൈനസ് എസ് ഡി ടി, ബട്ട് ഇവിടെ സൈൻ മാറി, സൈൻ മാറി, അപ്പൊ എന്തായി അത് വി ഡി പി ആയി. ഇതിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇപ്പൊ മാജിക് ബോക്സ് നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് തെർമോഡൈനാമിക്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്ത്? തെർമോഡൈനാമിക് റിലേഷൻസ്. ഓക്കെ, നമ്മൾ മാക്സ്വെൽ റിലേഷൻസിലോട്ട് പോവുകയാണ്. വളരെ സിമ്പിൾ ആണ്, നമ്മളിപ്പോൾ പഠിച്ച മാജിക് ബോക്സ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കണം, വളരെ സിമ്പിൾ ആയിട്ട് പറയാം, സത്യപ്രകാശ് വെരി ടാലന്റ്. ഓക്കെ,
റെഡി? ഇതാണ് നമ്മുടെ ബോക്സ്. ഇതിൽ നിന്ന് എങ്ങനെ തെർമോഡൈനാമിക് റിലേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. നോക്കണേ, ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു ആരോ വരയ്ക്കുന്നു. ഓക്കെ, തിരിച്ച് വേറൊരു ആരോയും ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, രണ്ട് ആരോ വരച്ചു. ആദ്യത്തെ ആരോയിൽ നിന്ന് ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കണേ. ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ഡോ പി ബൈ ഡോ എസ് at constant b. ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് ബി. ഈ ആരോ ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് ആയി. ഈസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എസ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആ ലോജിക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മൾ മാജിക് ബോക്സ് എടുക്കുന്നു, ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് നിങ്ങൾ ആരോ കണ്ടിന്യൂസ് ആയി വരയ്ക്കുന്നു. മൂന്ന് പാരാമീറ്റർ ടച്ച് ചെയ്തിട്ട് ആരോ വരയ്ക്കുക. അതിന്റെ നെക്സ്റ്റ് ആരോ വരയ്ക്കേണ്ടത് നിങ്ങൾ എവിടുന്നാണോ തുടങ്ങിയത് അതിന് അതേ ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പി എന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ടി എന്ന് സ്റ്റാർട്ട് ചെയ്യണം, ബട്ട് അത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കണം. അപ്പൊ ഇങ്ങനെ വരച്ചുകൂടെ എന്നൊരു ഡൗട്ട് തോന്നും. അങ്ങനെ വരയ്ക്കരുത്. നമ്മൾ എവിടുന്നാണോ തുടങ്ങിയത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മറ്റേ ആരോയിലേക്ക് വരുന്ന രീതിയിൽ വരയ്ക്കണം. അതായത് ഈ രീതിയിൽ വരയ്ക്കണം. ഓക്കെ, അടുത്ത റിലേഷൻ നോക്കാം. എസ് പി ബി ടി. ഓക്കെ, ഞാൻ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി അടുത്തത് പി തന്നെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് ആരോ. അപ്പൊ അതിന്റെ നെക്സ്റ്റ് ആരോ എങ്ങനെ വരും? പിന്റെ ലൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് എസ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം, എസ് എന്ന് ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, അപ്പൊ എനിക്ക് റിലേഷൻ ഉണ്ടാക്കാം. ഇങ്ങനെ റിലേഷൻ വരും. ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് ബി. അല്ലെ, ഡൗൺവേർഡ് ആയതുകൊണ്ട് മൈനസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടി. വളരെ സിമ്പിൾ ആണ്. അതും മൈനസ് ആയിരുന്നു, ബട്ട് രണ്ട് മൈനസ് ഉള്ളത് കൊണ്ട് പോസിറ്റീവ് ആയി. വളരെ സിമ്പിൾ അല്ലേ? റെഡി? അപ്പൊ രണ്ട് റിലേഷൻ നമ്മൾ ഉണ്ടാക്കി. ഇത് കാണാപ്പാട് പഠിക്കാൻ എന്തോ ഒരു പ്രയാസമുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങളോട്, ഇതിന് ഏതെങ്കിലും തന്നിട്ട് മറ്റേത് എന്താന്ന് ബ്ലാങ്ക് ഇട്ടിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് രീതിയിലാണ് ചോദിക്കുക. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളോട് ചോദിച്ചത് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് ബി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇത് ക്രിയേറ്റ് ചെയ്യാം. നേരെ റിവേഴ്സ് പ്രോസസ്. ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് ബി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആരോ കിട്ടും. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആള് ഓട്ടോമാറ്റിക് ആയിട്ട് ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എസ്. സൈന് ഡൗൺവേർഡ് നെഗറ്റീവ്, അപ്വേർഡ് പോസിറ്റീവ്. ഓക്കെ, ഇനി അടുത്ത റിലേഷൻ എങ്ങനെ വരും നോക്കാം. നാല് തെർമോഡൈനാമിക് റിലേഷൻസ് ആണ് അത് നമുക്ക്, അല്ലെ മാക്സ്വെൽസ് റിലേഷൻ. ഓക്കെ, അടുത്തത് ഞാൻ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അതിന്റെ നെക്സ്റ്റ് വരുന്നത് ഇതേ ലൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ടി നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ വരും. Right. So relation dou v by dou s at a constant p, upward and positive, that is equal to dou t by dou p at a constant s. രണ്ടും upward ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. ഓക്കെ, റെഡി. അടുത്തത് ഞാൻ എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ വരച്ചു. അപ്പൊ അടുത്ത ആള് അതേ ലൈനിൽ നിന്ന് ബി എന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരച്ചുകൂടെ ചോദിക്കരുത്, കാരണം നമ്മൾ ഇവിടെ ഒരു ബോക്സ് അനദർ ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നോ ആ ഭാഗം വാക്കന്റ് ആയിട്ട് വരണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റിലേഷൻ ജനറേറ്റ് ചെയ്തൂടെ? ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടി, ഡൗൺവേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജ്. അടുത്തത് ഇസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി, ഇത് അപ്വേർഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജ്. ഓക്കെ, പോസിറ്റീവ് സൈഡ്. ഓക്കെ, അപ്പൊ 4 തെർമോഡൈനാമിക് റിലേഷൻ നമ്മൾ ജനറേറ്റ് ചെയ്തില്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇപ്പൊ ഒരു ആർബിട്രറി ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇപ്പൊ എങ്ങനെയാണ് ചോദിക്കാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനായിട്ട് ഇങ്ങനെ തന്നു, ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ് തന്നു. ഓക്കെ, അപ്പൊ അതിന്റെ റിലേഷൻ എന്താണെന്ന് ചോദിക്കാം. അപ്പൊ പെട്ടെന്ന് നമ്മളെ ബോക്സ് വരയ്ക്കുക. സത്യപ്രകാശ് വെരി
ടാലന്റഡ്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണ്? ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ്. സോ ആരോ ഇങ്ങനെ വരും. അപ്പൊ നെക്സ്റ്റ് ആരോ ഇങ്ങനെ സ്വാഭാവികമായിട്ടും വരും. അതേ ലൈനിന്ന് ആ ഭാഗം വാക്കന്റ് ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. അപ്വേർഡ് ആണ്, രണ്ടും അപ്വേർഡ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് സൈൻ. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ദീസ് ആർ ദ 4 പോപ്പുലർ തെർമോഡൈനാമിക് റിലേഷൻസ്. ഇതല്ല, അത്ര പോപ്പുലർ ആയിട്ട് നമ്മൾ കാണാത്ത വേറൊരു തെർമോഡൈനാമിക് റിലേഷനും കൂടെ ഉണ്ട്. അനദർ ഫോം ഓഫ് തെർമോഡൈനാമിക് റിലേഷൻ. അതെങ്ങനെ ജനറേറ്റ് ചെയ്യും നോക്കാം. അവിടെ ശ്രദ്ധിക്കുക, മാജിക് ബോക്സ് തന്നെ വരയ്ക്കുന്നു നമ്മൾ. സത്യ പ്രകാശ് വെരി ടാലന്റഡ് അല്ലേ, ഹിസ് ഗ്രേഡ് ആൾവേസ് അപ്പർ. ഇതിൽ നിന്ന് നമ്മൾ തെർമോഡൈനാമിക് റിലേഷൻസ് ജനറേറ്റ് ചെയ്യും. അത് ജനറേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് ബി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. ഇപ്പൊ സംഭവം നിങ്ങൾക്ക് പിടികിട്ടിയില്ല എങ്ങനെ എടുക്കുന്നതെന്ന്. നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഞാൻ ഇവിടെ ഒരു എസ് ഫംഗ്ഷനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് അതിന്റെ രണ്ട് ഭാഗത്തും വരുന്ന നമ്മുടെ തെർമോഡൈനാമിക് ഫംഗ്ഷനുകൾ എടുത്തു. സോ ഡോ യു ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് ബി. ഇവിടെ ഒരു യു കർവ് ജനറേറ്റ് ചെയ്യുക. ഡോ യു ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് ബി ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റന്റ് പി. റെഡി. അങ്ങനെയാണ് അടുത്ത റിലേഷൻ എങ്ങനെ വരും? ഇനി നമുക്ക് അടുത്ത റിലേഷന് ബീനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാക്കണം. ബീന്റെ അടുത്ത് വരുന്ന യുവും എയും ആണ് അല്ലേ? അപ്പൊ എങ്ങനെ ഇവിടെ വരും? ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് എസ് അല്ലേ? അടുത്തത് ഈസ് ഈക്വൽ ടു ഡോ എ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റന്റ് ടി. റെഡി. അപ്പൊ കിട്ടില്ലേ? ഇനി അടുത്തത് ടീനെ ഫിക്സ് ചെയ്യുന്നേരം എയും ജിയും ആണ് അതിന്റെ നിയർ ബൈ വരുന്ന ഫംഗ്ഷൻ. എയും ജിയും. അപ്പൊ ഇവിടെ എങ്ങനെ വരും? യു ആരോ ശ്രദ്ധിക്കണം. അപ്പോ ഡോ എ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് ബി ഈസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് പി. റെഡി. ഇനി ആ പ്രഷറിനെ ഫിക്സ് ചെയ്യാണ്. അപ്പൊ അതിന്റെ എങ്ങനെ വരും? പ്രഷറിനെ ഫിക്സ് ചെയ്താല് ഞാൻ ഇവിടെ എഴുതാണ്. ഡോ ജി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് ടി ഈസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റന്റ് എസ്. So these are the another form of thermodynamic relations. Okay. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, സോ ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ടേക്ക് കെയർ.